ഇത് എൻ്റെ പെരുന്നാളിൻ്റെ തലേദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഗൈസ്. സോ ദിസ് ഈസ് മൈ ഈദ് ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു പാകിസ്ഥാനിയാണ് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ ഇതിന് കുറേ അധികം കോംപ്ലിമെൻറ്റ്സ് കിട്ടിയൊരു ഔട്ട്ഫിറ്റാണ് കേട്ടോ ഗൈസ് ഇത്. സോ ഇത് ഞാൻ ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്തത്. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ കൊടുക്കാം. നല്ല വർക്ക്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഗൈസ്. പിന്നെ എനിക്ക് ഈ ഒരു കളർ കോംബോ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഔട്ട്ഫിറ്റ്. പിന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു മൾട്ടി കളർ ഇയറിങ്സും പിന്നെ ഈ ഒരു നെക്ക് ചെയിൻ എടുത്തത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. പിന്നെ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് വെച്ച് സംഭവം ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ വേണ്ടി സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞ് കിച്ചണിൽ പോയപ്പോഴത്തേക്കും നല്ല അടിപൊളി പഴംപൊരിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. പിന്നെ നല്ല അടിപൊളി സേമിയ പായസം ഉണ്ടായിരുന്നു. പിന്നെ നാളത്തേക്കുള്ള ബിരിയാണിയുടെ മസാലയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കായിരുന്നു കേട്ടോ. ഉമ്മ എല്ലാവരും കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് ഇതിൻ്റെ തലേദിവസം ഇങ്ങനെയാണ് ഗൈസ്. നിങ്ങൾ എങ്ങനെയെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ കുറച്ച് പോപ്പ് ചിക്കനും മൊമോസൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ ഫ്രോസൺ. അത് നമ്മൾ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്ത് കഴിച്ചു. അതിൻ്റെ ഇടയിൽ കൂടി മെഹന്തി കാണിക്കാനുള്ള കഷ്ടപ്പാടാണ് കഴിച്ചത്. പിന്നെ നമ്മളെല്ലാവരും ഒന്ന് പണിയൊക്കെ ഒന്ന് സെറ്റായ സമയത്ത് ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങി. ഞങ്ങൾ ഫസ്റ്റ് ഇതാണ് ഗൈസ് ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുന്നത് കേട്ടോ. നമ്മളായിട്ട് വാങ്ങിയതല്ല ഗൈസ്, നമുക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇല്ല അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ആഘോഷിച്ചു. പിന്നെ ഞങ്ങൾക്കങ്ങനെ വലുതായിട്ട് പടക്കം പൊട്ടിക്കാനും അറിയില്ല. പിന്നെ ഈ ഒരു സാധനം റോട്ടിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് തന്നെ കുറച്ചധികം പണിയെടുത്തത് കറങ്ങാൻ വേണ്ടി. പിന്നെ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ട ഗൈസ്, ഇതങ്ങനെ പൊട്ടിയെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. സോ ഇനി ഈതൊരു എൻ്റെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അത്രയേ ഉള്ളൂ.